എനിക്ക് ഒരു രീതിയിലും വിനീത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവാതിരുന്നൊരു ഹ്യൂമർ സീൻ ഉണ്ടായിരുന്നു. അത് ഇതേപോലെ തിയേറ്ററിൽ ഞാൻ ഇതെന്താവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഐ വാസ് ആബ്സെൻറ്റ് സാർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഐ വാസ് ആബ്സെൻറ്റ് സാർ എന്ന് ഞാൻ പറയുമ്പം ക്വസ്റ്റ്യൻ വൺസ് മോർ എന്ന് പറയുമ്പം ഞാൻ വിനീതിനോട് അത് ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചു, അത് ചെയ്ത് കഴിഞ്ഞ് ചോദിച്ചു, വിനീത ഇതിൽ തമാശ എനിക്ക് കിട്ടുന്നില്ല, ഇതിലെനിക്കൊരു തമാശ എനിക്ക് വിനീത് പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം, പക്ഷേ എനിക്കിതിൽ ചിരിക്കാനൊരു എലമെൻറ്റും കാണുന്നില്ല. വിനീത് പറഞ്ഞു കുഴപ്പമില്ല നീ ചെയ്യൂ എന്ന് പറഞ്ഞു. പക്ഷേ വിനീതിനറിയായിരുന്നു അതിലൊരു തമാശ ഉണ്ടെന്ന്. അപ്പം അത് വിനീതിൻ്റെ ജീവിതത്തിൽ വിനീതിനെയും നമ്മളുടെ തന്നെ ഒരു സുഹൃത്തായ റോണിഷൻ എന്ന് പറഞ്ഞ വേറൊരു വ്യക്തി കൂടെ അവർ രണ്ടുപേരുമായിരുന്നു ജീവിതത്തിലെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ്. അവരുടെ മെക്കാനിക്കൽ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി വിട്ടതാണ്. ഇതേപോലെ ആയിരുന്നു നടന്നത്. അപ്പോൾ വിനീതിന് അത് റിയൽ ലൈഫ് നടന്നതായതുകൊണ്ട് ആ ഹ്യൂമർ ശരിക്കും അറിയായിരുന്നു. എനിക്കത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചില ഹ്യൂമറുകൾ എനിക്ക് ഇപ്പോൾ വെള്ളിമൂങ്ങയിൽ ജോജി എന്ന് പറഞ്ഞ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററോട് ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചൊരു സംഭവമുണ്ട്. ഇതൊരു ഹോസ്പിറ്റലാണ്, അല്ല ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഇവിടെ ഡോക്ടറുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിലൊരു ഹ്യൂമർ എനിക്ക് വീണ്ടും തോന്നുന്നില്ല. ജോജി പറഞ്ഞു അപ്പം ധൈര്യമായിട്ട് ചെയ്തു. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ടോട്ടാലിറ്റിയിൽ കാണുന്നുണ്ട്. ഈ ക്യാരക്ടർ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ എത്തി, ഇവൻ്റെ രീതികൾ ഓഫ് പറച്ചിൽ ഇതാണ്, ഇതിന് തൊട്ടും ഇവനിങ്ങനെയാണ് പറഞ്ഞേക്കണേ. സിനിമയുടെ മൂഡ് വെച്ച് ആ സീനിൽ അവനിങ്ങനെ പറഞ്ഞാൽ അത് അബദ്ധമാണ്. അത് ഭാഗ്യത്തിന് ഞാൻ അത് നോക്കിയിരുന്നു വെള്ളിമൂങ്ങ കണ്ടപ്പോൾ. അപ്പോൾ അവിടെ പ്രേക്ഷകർ ചിരിച്ചപ്പം വീണ്ടും എൻ്റെ മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ ജഡ്ജ്മെൻറ്റ് തെറ്റി, റൈറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റ് വിജയിച്ചു അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ. അപ്പം അങ്ങനെ ഓരോ പ്രാവശ്യവും ഞാൻ തോക്കുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ സിനിമ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ സിനിമയ്ക്ക് ഗുണം വരുന്നതൊക്കെ നല്ലതല്ലേ, നമ്മൾക്ക് ലേണിങ്ങുമാണ്. ആളുകളുടെ റെസ്പോൺസുകൾ ഞാനങ്ങനെ നോക്കുന്നത് ഫസ്റ്റ് ടൈമൊന്നും നോക്കാറില്ല. മലർവാടിക്ക് യെസ്, എനിക്ക് എന്നെ കാണുമ്പോൾ അത് പറയാനൊക്കാത്തൊരു ഫീലാണ്. അത് എനിക്ക് വാക്കിൽ പറയാൻ അറിയില്ല. അതൊരു ഉള്ളിൽ തോന്നുന്നൊരു വെയിറ്റാണോ, ഒരു ഹെവിനെസ്സാണ്. അത് സന്തോഷം കൊണ്ടാണ്, അല്ലാതെ സങ്കടം കൊണ്ടൊന്നുമല്ല. റെസ്പോൺസുകൾ സെക്കൻഡ് ടൈം നമ്മൾ സിനിമ കാണാൻ പോയപ്പോൾ ഉണ്ടായിരുന്നു. മലർവാടി എനിക്കൊന്നൊരു 7-8 പ്രാവശ്യം ഞങ്ങൾ കണ്ടു. തിയേറ്ററിലൊക്കെ പോയി, പല തിയേറ്ററുകളിൽ കാലിക്കറ്റ് പോയി കണ്ടു. തിയേറ്റർ വിസിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം തട്ടത്തിൻ മറയത്ത് അതുപോലെ ഒരുപാട് തിയേറ്റർ വിസിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി കണ്ടു. പക്ഷേ അവിടെയൊക്കെ സെക്കൻഡ് തേർഡ് ടൈമൊക്കെ നമ്മൾക്ക് പ്രേക്ഷകരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കും. പക്ഷേ നമുക്ക് പേടിയുള്ള ചില സ്ഥലങ്ങളുണ്ടാവും. അവിടെയായിരിക്കാം നമ്മൾ കുറച്ചും കൂടെ പ്രേക്ഷകരെ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇപ്പം തട്ടത്തിൻ മറയത്തിൽ ഇത് പാകിസ്ഥാൻ ഒന്നുമല്ലല്ലോ, ഇന്ത്യ അല്ലേ, നമ്മുടെ നാട്ടിൽ ഒന്നും നമ്മളോട് ആ പറയുന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ പ്രേക്ഷകരെങ്ങനെ റിസീവ് ചെയ്യുന്നുള്ളൊരു പേടി വിനീതിനും എനിക്കും ഉണ്ടായിരുന്നു. നമ്മൾ തിരക്കഥ ഇത് പ്ലാൻ ചെയ്തപ്പോഴും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞും അത് ഡബ് ചെയ്തപ്പോഴൊക്കെ ഉള്ളിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പേടിയുണ്ടായിരുന്നു. വിനീതും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനും വിനീതിനോട് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിൽ അത് പ്ലസ്സായി വന്നപ്പം ആക്ച്വലി അത് ഭയങ്കര സന്തോഷവും അത്ഭുതമായിരുന്നു. കാര്യം ഒരു ക്യാരക്ടർ അവർ തുടക്കം തൊട്ട് ഈ അബ്ദുവിനെ ഭാഗ്യവശാൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അബ്ദു വളരെ ന്യായമായൊരു കാര്യം പറഞ്ഞപ്പോൾ അവരങ്ങ് സപ്പോർട്ട് ചെയ്ത് തന്നു. അപ്പോൾ അത് നമ്മൾ ആക്ച്വലി പ്രേക്ഷകരെ തന്നെ ശ്രദ്ധിച്ചാണ് ഞാൻ ആ ഡയലോഗ് വരുന്നത്. അവരെങ്ങനെയാണത് റെസ്പോണ്ട് ചെയ്യാൻ പോകണമെന്നറിയുന്നത്. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ കാണുമ്പോൾ നമ്മൾ സ്ക്രീനിൽ തന്നെയാണ്. ഇപ്പോൾ എന്നെ അല്ലെങ്കിൽ ഞാൻ സിനിമയാണ് കാണാൻ നിൽക്കണേ. കാര്യം എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്തായിരുന്നു, ഇതൊക്കെ എങ്ങനെ എടുത്തത്, ഈ എടുത്തൊക്കെ ഇതാണോ, അപ്പോൾ എനിക്കതൊക്കെ അറിയണേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഒരു ഫ്രൈഡേ ഇത് റിലീസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പം ഫസ്റ്റ് വ്യൂ ഞാൻ തിയേറ്ററിൽ എൻ്റെ സ്ക്രീനിൽ തന്നെയാണ്. കിളിപോയി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ സ്പെഷ്യലായുള്ള സിനിമയായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ അത്രയും ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്ത് വളരെ ചുരുക്കം സിനിമകളിലൊരെണ്ണമാണ്. ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ന്യൂ കമ്മർ ഡയറക്ടേഴ്സിലൊരാളാണ് വിനയ്. വിനയുടെ പൊട്ടൻഷ്യൽ ഞാൻ അടുത്ത് കണ്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ആസിഫ്, എനിക്കൊന്ന് സെവൻസിന് ശേഷം ആസിഫിനൊപ്പം എൻ്റെ ആദ്യത്തെ തട്ടത്തിൻ മറയത്തിന് ശേഷം വന്നെങ്കിലും സീൻ വൈസ് നോക്കുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഒരു മുഴുനീള ചിത്രം കിളിപോയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പം
ഞാനത് കയറി കമ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതുതന്നെ ഞാൻ ചെയ്തുള്ളൂ. എനിക്ക് ടൈറ്റിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു, കിളി പോയി. പിന്നെ അതൊരു സ്റ്റോണർ ജോണർ സിനിമയാണെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി സ്റ്റോണർ ജോണർ സിനിമകൾ ഇഷ്ടമാണ്. ഞാൻ ഹെറോൾഡ് ആൻഡ് കുമാറും പൈനാപ്പിൾ എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ട്രെയിൻ സ്പോട്ടിങ് അങ്ങനത്തെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ജോണർ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കൂടാന്ന് അവർ പറഞ്ഞപ്പോൾ ഞാനായിട്ടിപ്പോൾ എന്തിനാ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിനെ എതിർക്കുന്നത്? മാത്രമല്ല എനിക്കൊരു മുഴുനീള ക്യാരക്ടറാണ്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ രൂപവും ഭാവവും എൻ്റെ കോസ്റ്റ്യൂമും എൻ്റെ ക്യാരക്ടർ ബിഹേവിയേഴ്സും എനിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ലെവലുള്ളൊരു ക്യാരക്ടറാണ്. കാര്യം ഞാൻ അതുവരെ ചെയ്തതെല്ലാം വളരെ നാടൻ സിനിമകളാണ്. ഇതിലൊരു ബാംഗ്ലൂരിൽ ജീവിക്കുന്ന കുറച്ച് കോസ്മോപൊളിറ്റൻ രീതികൾ അല്ലെങ്കിൽ ഒരു മെട്രോ ഗൈ ആണ് അവൻ. അവൻ്റെ ബിഹേവിയറിലുണ്ടാവും, അവൻ്റെ ഡയലോഗ് ഡെലിവറിയിലുണ്ടാവും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അവൻ ഉള്ളിൽ ദാസനെയും വിജയനെയും ഇഷ്ടപ്പെടുന്ന മലയാളിയുമാണ്. തീർച്ചയായിട്ടും എക്സൈറ്റിംഗ് ക്യാരക്ടറാണ്. പറഞ്ഞ കാശ് തരാമെന്ന് പറഞ്ഞു പ്രൊഡ്യൂസർ. നല്ല മ്യൂസിക്കുണ്ട് സപ്പോർട്ട്. അത് രാഹുൽ രാജ് എന്ന് പറയുന്നത് നല്ല എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ. ക്യാമറ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയാം, ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയ ക്യാമറമാനായ മോഹനൻ സാറിൻ്റെ അസിസ്റ്റൻ്റായി വന്ന പ്രതീഷ് വർമ്മ. പ്രതീഷാണ് അതിന് ശേഷം 1983 ഒക്കെ ചെയ്തത്. പിന്നെ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ടീം. ആസിഫിനൊപ്പം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആക്ടറാണ് ആസിഫ്. ആസിഫിനൊപ്പം ഒരു മുഴുനീള ചിത്രം. കിളിപോയി ചെയ്യാൻ വേറെ ഒന്നും വേണ്ട. പിന്നെ ഞാൻ ഈ എന്താ പറയുക, ഷൂട്ടൊക്കെ കഴിഞ്ഞ് സെൻസറിങ്ങിന് പോയപ്പോഴാണ് അറിഞ്ഞത് ഇതിന് A സർട്ടിഫിക്കറ്റ് ആണെന്ന്. പിന്നെ ശരി, A സർട്ടിഫിക്കറ്റിങ് ഏതായാലും നമുക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു, ഇതിലെ കണ്ടൻറ്റ് കാരണമാണ്. അല്ലാതെ A സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പല കാരണങ്ങൾ കൊണ്ടാവാം. അതിൽ നമ്മൾ അബ്യൂസീവ് കണ്ടൻറ്റും അതിൽ യൂസേജ് ഓഫ് മാരിവാനയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ അഡൾട്ട് സർട്ടിഫിക്കേഷൻ തന്നത്. അപ്പം നമുക്കതുകൊണ്ട് വലിയൊരു കുഴപ്പം തോന്നിയില്ല. തീർച്ചയായിട്ടും അത് നല്ലതാണെന്ന് തോന്നി. 18 വയസ്സിൻ്റെ താഴെയുള്ളൊരു കുട്ടി ഈ സിനിമ കാണരുതെന്ന് നമുക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കാലത്ത് എല്ലാ മാധ്യമത്തിലും നമ്മൾ ഇൻ്റർവ്യൂസിന് ഇരുന്നപ്പോൾ അത് എടുത്ത് പറയുകയും ചെയ്തു. ഇതൊന്ന് വളരെ ഓപ്പണായിട്ട് സത്യസന്ധമായിട്ടും ഞങ്ങളുടെ സിനിമ 18 വയസ്സിൻ്റെ താഴെയുള്ളവർ കാണല്ലേ എന്ന് ഈ അടുത്തിടയ്ക്ക് മലയാളത്തിൽ വ്യക്തമായി പറഞ്ഞ സിനിമ ചിലപ്പോൾ കിളിപോയി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അടുത്ത് നമിതയുടെ കൂടെ ഓർമ്മയുണ്ട മുഖം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തപ്പം നമിത പ്രമോദ്, എനിക്ക് തോന്നുന്നു ആ സിറ്റി വെച്ചാണ് ആ കുട്ടി ഈ പറയുന്ന പോലെ എന്നോട് പറഞ്ഞത്, ഞാൻ ചേട്ടാ ഇതുവരെ ഞാൻ കിളിപോയി കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു എന്താ കാണാത്ത? അല്ലേ ചേട്ടാ ഞാൻ സ്കൂളിൽ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇനി കോളേജിലൊക്കെ ചേർത്തിട്ട് കണ്ടോളാം പറഞ്ഞു. അപ്പം നമ്മൾ അന്ന് ഇൻ്റർവ്യൂസിൽ പറഞ്ഞ സംഭവം റീച്ചായി. അപ്പോൾ A സർട്ടിഫിക്കേഷൻ ചെയ്തത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാര്യം അതൊക്കെ എപ്പോഴും എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ലല്ലോ. ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് കിളിപോയി ചെയ്തതിലും കിളിപോയിക്ക് A സർട്ടിഫിക്കറ്റ് കിട്ടിയാലും. ഒരു തുണ്ടുപടം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, അത് ഒരു ഷോർട്ട് ഫിലിമാണ്. വളരെ ടാലൻ്റ് ആയിട്ടുള്ള ബേസിൽ എന്ന് പറയുന്ന ഒരു യങ് ഡയറക്ടർ. ബേസിലിപ്പോൾ എനിക്കൊന്ന് നല്ലൊരു സിനിമയ്ക്കായിട്ട് വരും ഉടനെ തന്നെ. അപ്പം ബേസിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബേസിലിൻ്റെ ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിം കണ്ട് ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ആയിട്ട് ബേസിലിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിനൊരു ചാൻസ് ഉണ്ട്, സ്റ്റോറി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ബേസിൽ അപ്പം തന്നെ എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് വർക്ക് ചെയ്യാം. ബേസിലൊരു പേര് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ബേസിലെ അതൊരു സദാചാരത്തിനെതിരെയുള്ളൊരു ചെറിയൊരു ഒരു മോക്കറി ആയിരുന്നു. അപ്പം നമ്മൾ തട്ടത്തിൻ മറയത്തിലും അങ്ങനെ ഒരു മോറൽ പോലീസിങ്ങിനെതിരെ ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ സൊസൈറ്റിയിലെ ചില കാര്യങ്ങളെ തന്നെ മിമിക് ചെയ്യുന്ന അല്ലെങ്കിൽ മോക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പാറ്റേൺ ഹെൽത്തി ആയിട്ടാണെങ്കിൽ അതിലൊരു ഫണ്ടുണ്ട്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ആരും വന്ന് കാണണമെന്നില്ല. കാര്യം എനിക്ക് തോന്നുന്നു അന്ന് തട്ടത്തിൻ മറയാതെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമായിട്ടുള്ളൂ. അപ്പം അജു വർഗീസിൻ്റെ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാലും കാണാനൊന്നും ആളുണ്ടാവില്ല. പക്ഷെ നമുക്ക് വേണ്ടത് യൂട്യൂബിൽ ആൾക്കാർ ഈ പറയുന്ന പോലെ യൂസേഴ്സ് കാണുക, ഹിറ്റ്സ് കിട്ടുക, വേറെ ഒന്നുമില്ല. അതിൽ നിന്നൊരു മോണിറ്ററി ബെനിഫിറ്റ് ഒന്നുമില്ല അവർക്ക്. പക്ഷേ അവരുടെ ഒരു നല്ലൊരു ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാനൊരു ചാനൽ. എനിക്കും ഈ പറയുന്ന പോലെ നമുക്ക് നമ്മളുടെ സ്കില്ലുകൾ ഏതെങ്കിലും പുതിയ ഡയറക്ടറിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ നാളെ ഈ വ്യക്തി ഒരു സിനിമ എടുക്കുമ്പം തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ വിളിക്കും. അപ്പം പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഒരു പേരിടണം എന്നിങ്ങനെ പറഞ്ഞപ്പം കണ്ടൻറ് ഇതായതുകൊണ്ടും പെട്ടെന്ന് ആൾക്കാരിപ്പം ഓൺലൈനിൽ അടിച്ചാൽ കിട്ടാനൊരു പേര് നോക്കിയപ്പം ഒരു തുണ്ടുപടം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഒരുപാട് ഹിറ്റ്സ് ആ പേരിൽ വരാമെന്ന് വിചാരിച്ചു. ബാക്കി തന്നെ ആ പേരിൽ ഒരുപാട് ഹിറ്റ്സ് വന്നു. പക്ഷേ അത് പ്രതീക്ഷിച്ച് വന്നവർ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ അടിയിലെ കമൻസ് എനിക്ക് തോന്നുന്നു ഹിറ്റ്സ് ഇപ്പോൾ ഏകദേശം എത്രയോ നിയറിങ് $1 മില്യൺ എന്തോ ആണ്, $500,000 എന്തോ ആണ്.
അതിൻ്റെ പ്രപ്പോർഷൻ ഓഫ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ 90-10% ആണ്, 90:10 ആണ്. അല്ലെങ്കിൽ 1:9 ആണ്. അപ്പം അതും നല്ലൊരു സപ്പോർട്ടാണ് ഒരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ചെയ്തൊരു വർക്ക് ഇത്രയും പേർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്. കമൻസ് നോക്കി നമ്മൾ ഇത് പ്രതീക്ഷിച്ച് വന്ന ചിലർക്ക് നിരാശയുണ്ട്, അവരത് അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ കുറേ പേര് വന്ന് കണ്ട് വേറൊരു സംഭവമാണെങ്കിലും അത് നന്നായും തോന്നി അവരാ ഒരു മനസ്സോടെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങളിലും ഈ പറയുന്ന പോലെ പേര് നമ്മൾ എന്താ പറയുക ഇച്ചിരി കിളി പോയെന്നോ അല്ലെങ്കിൽ ഒരു തുണ്ടുപടന്ന് പറയുന്നതൊക്കെ പർപ്പസ്ഫുള്ളി നമ്മൾ എന്താ പറയുക ഒരു രസം, ഒരു കൗതുകം ഉണർത്താൻ ഇടുന്ന പേരുകളാണ്. കുട്ടി ഏത് കമ്പനിയിലാന്ന് പറഞ്ഞേ? നേരെ ഇരിക്കടോ. അല്ല പറഞ്ഞില്ല, IT കമ്പനിയിലായിരിക്കുമല്ലേ? ആ സ്ട്രൈറ്റൻ ചെയ്ത മുടിയും പിന്നെ ഉറക്കൊളച്ച 2 കണ്ണും ഉപയോഗിക്കാൻ അറിയാത്ത സ്മാർട്ട് ഫോണും IT കമ്പനി തന്നെ. അല്ല, നമ്മൾ രണ്ടുപേരും ഒരു തോണിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നവരായതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നല്ലതാ. അതിലെ വെള്ളം മറ്റന്നല്ലാതെ കിട്ടുന്നില്ലല്ലോ. പേര് മാത്രം പറഞ്ഞിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? കാണാനൊരു 1.5 ആണ്. ഒരു സമയത്തുണ്ടായിരുന്നൊരു കുറച്ച് ആക്ടേഴ്സിൻ്റെ നമ്മൾ കേട്ടതാണ്. അതിപ്പോൾ ആരെയൊന്നും എനിക്ക് തോന്നുന്നില്ല കേൾക്കുന്നുണ്ടെന്ന്. കാര്യം ഇപ്പം എല്ലാവരും വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ റീച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ മിസ് കോളൊക്കെ നോക്കി ഇപ്പോൾ ട്രൂ കോളറൊക്കെ ഉണ്ടല്ലോ, ആരാ വിളിച്ചതെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത്ര അർജൻറ്റ് കോളൊക്കെ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യും. ഇപ്പം നമുക്കറിയാവുന്ന ഒരാളാണ്. ഇപ്പം ശരിയാണ്, എപ്പോഴും ഒരു അൺനോൺ നമ്പർ നമ്മൾ ചിലപ്പോൾ റിട്ടേൺ ചെയ്യണമെന്നില്ല. പക്ഷേ മാക്സിമം കവർ ചെയ്യാറുണ്ട് ഇപ്പോൾ എല്ലാവരും. പിന്നെ അത്യാവശ്യം ഇൻഡസ്ട്രിയിലെ ഈ പറയുന്ന നമുക്ക് ഇമ്പോർട്ടൻറ്റ് നമ്പേഴ്സ് നമ്മൾ തന്നെ ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മിസ് കോൾ അലേർട്ടുകളുണ്ട്, മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആരും ആ പരാതി കേൾപ്പിക്കണില്ല. എനിക്ക് പിന്നെ താമസിച്ച് പോകുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമില്ല. പേഴ്സണലി ഒരു സ്ഥലത്ത് എത്താൻ, അതാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇന്നാണോ എടുത്തുകൊണ്ടിരിക്കുന്ന ദിവസം ഞാൻ വൈകിയാണ് വന്നേക്കുന്നത്. ആക്ച്വലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു സ്ഥലത്ത് വൈകി എത്തേണ്ടത്. 5 മണി എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്കാണെങ്കിലും എനിക്ക് എത്താൻ മാക്സിമം ശ്രമിക്കും. എണീറ്റ് താഴെ തന്നെ ഞാൻ റെഡി ആയിട്ടേക്കും. അതിപ്പോൾ 4 മണിക്ക് ഷൂട്ട് കഴിഞ്ഞാലും ഞാൻ അതിന് മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ മിസ്സാവാറുണ്ട്. ബാക്കി ഇനിയും സമയമുണ്ടല്ലോ ഓരോ ചിതപ്പേര് കേൾപ്പിക്കാൻ. അഭിനയത്തിന് ഞാൻ ചാൻസ് ചോദിക്കാൻ പോകില്ലായിരുന്നു. കാര്യം അഭിനയം ഞാൻ ജീവിതത്തിലൊരു നാടകമോ ഒരു മോണോ ആക്റ്റോ മിമിക്രിയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും അഭിനയം എനിക്ക് പറ്റും എന്ന് തന്നെ വിചാരിച്ചൊരു കാര്യമല്ല. ഞാൻ ഒരിക്കലും അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് പോകാനുള്ളൊരു പദ്ധതിയൊന്നും എൻ്റെ ഉള്ളിലില്ലായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് ഞാൻ വേണമെങ്കിൽ തിരക്കഥ അസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സംവിധായകനെ അസിസ്റ്റ് ചെയ്യാനൊക്കെ അവസരങ്ങൾ തേടിപ്പോയാണ്. അതിപ്പോൾ ഒരുപാട് സംവിധായകരുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പം അൻവർ റഷീദ് സാർ, അല്ലെങ്കിൽ ലാൽജു സാറ്, രഞ്ജിത്ത് സാറ്, ജോഷ് സാറ്, അങ്ങനെ നമ്മൾ സിനിമകൾ കണ്ട് ആരാധിച്ച ഒരുപാട് സംവിധായകർക്കിപ്പം ഒരു അസിസ്റ്റൻ്റായി ഞാൻ അവസരം ചോദിച്ചു ചിലപ്പോൾ പോയതിന്. പക്ഷേ അയ്യേ ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ അഭിനയം ശരിക്കും ഇല്ലായിരുന്നു. അത് കാരണമാണ്. മംഗലം കൂടാൻ ഞമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാൻ ഞമ്മളുണ്ട് ചങ്ങായി. മംഗലം കൂടാൻ ഞമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാൻ ഞമ്മളുണ്ട് ചങ്ങായി. ആദ്യം സെവൻസ് എന്ന് പറഞ്ഞ സിനിമ 7 മലർവാടിക്ക് ശേഷം ചെയ്യണു. നിവിനുണ്ട്, ആസിഫുണ്ട്, ഒരുപാട് ആരാധിച്ചിരുന്ന നിറമൊക്കെ കണ്ട് ഭ്രാന്തായി നിന്ന ചാക്കോച്ചായൻ, ജോഷി സാറിൻ്റെ സിനിമ, രജിത്തുണ്ട്. അങ്ങനെ പുതിയ സുഹൃത്തുക്കളെ കിട്ടുന്നു. അമീർ നിയാസ്, വിജി ചേട്ടൻ, നൂലുണ്ട, വിനീത് കുമാർ ഏട്ടൻ,
റിമ കല്ലിങ്കൽ, ഭാമ, അത് നമുക്ക് ഒരുപാട് പേരുള്ളൊരു സിനിമ. ആദ്യത്തെ സിനിമ കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമയ്ക്ക് പോകുമ്പോൾ അതാണ് സന്തോഷത്തോടെ എഗെയിൻ ഈ വണ്ണസ്സോടെ ഫീൽ ചെയ്ത് 50-55 ദിവസം വർക്ക് ചെയ്യുന്നു, ഫുട്ബോൾ കളി മറിക്കുന്ന ചാനൽ എല്ലാം 24 hours ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു കോളേജ് ഫീലായിരുന്നു. താമസം കോഴിക്കോട് മഹാറാണി. എനിക്കറിയാം, മഹാറാണി ഹോട്ടലിൽ പോയിട്ടുള്ളവർക്കറിയാം, അതിനൊരിക്കലും നമ്മളുടെ സ്ഥിരം ഒരു ഹോട്ടലിൻ്റെ ഒരു സ്ട്രക്ചറല്ല. നടുക്ക് ഫുൾ ഓപ്പണാണ്. നമുക്ക് ഈ റൂമിൽ നിന്ന് കണ്ടാൽ ഇവിടെ നിന്ന് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹോസ്റ്റലിൻ്റെ ഫീലാണ്. YMCA ബ്ലോക്കിലൊക്കെ നിൽക്കുന്നൊരു ഫീലാണ്. അതിൻ്റെയൊക്കെ ഫൺ എൻജോയ് ചെയ്ത് ആ സിനിമ ബോക്സ് ഓഫീസിൽ അത്രയും ഒരു വിജയമാവാതിരുന്നപ്പോൾ അത് പിന്നെ TV-യിൽ വന്ന് ഒരുപാട് അഭിപ്രായം കിട്ടിയൊരു സിനിമയാണ്. പക്ഷേ ബോക്സ് ഓഫീസിൽ അങ്ങനെ ഒരു ഇത് വരാതിരുന്നപ്പോൾ അന്ന് വിഷമം വന്നിരുന്നു. പക്ഷെ അപ്പോൾ ഹെൽപ്പ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഇതേപോലെ ഒരുപാട് സീനിയർ ആക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂസാണ്. എല്ലാവരുടെയും സിനിമകൾ ഇതേപോലെ മോശമായിട്ടുണ്ട്. ആരുടെയും കുറ്റമല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമയും ഈ ഡ്രൈവിങ്ങും ഒക്കെ ഒരു രീതിയിൽ കണക്റ്റഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരും ഇടിക്കണം എന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കത്തൊന്നുമില്ല. ഇന്ന് ഞാൻ മരിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചാൽ അനുഭവം ഉണ്ട്. കുറച്ച് ഭ്രാന്തന്മാർ പോവും, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷേ 99 അല്ലെങ്കിൽ 0.9% വ്യക്തികളും ഈ വണ്ടി സേഫായിട്ട് എത്തണം, ഞാൻ സേഫായിട്ട് എത്തണം എന്നെ ആഗ്രഹിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതുപോലെ സിനിമ എടുക്കുമ്പം എൻ്റെ എല്ലാവരും ഈ സിനിമ ഓടണം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എടുക്കണേ. അത് ഒരുപാട് സീനിയർ ആക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടും അവരുടെ വർക്ക് ചെയ്ത സമയത്ത് അവരുടെ അനുഭവങ്ങളും ചോദിച്ചും നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ നമ്മളെ ശീലിപ്പിക്കും. ഞാൻ എന്നെ ശീലിപ്പിച്ചു. അതായത് പടം ഓടിയാലും നല്ലത്, ഓടിയില്ലെങ്കിൽ മോശം, പക്ഷേ കുഴപ്പമില്ല, ഇനി അടുത്ത എപ്പോഴെങ്കിലും ഓടട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നറിയാം. അപ്പം ഞാനതുകൊണ്ട് പ്രത്യേകിച്ച് രോഷം പൂണ്ടിട്ടോ അല്ലെങ്കിൽ വികാരം തുടിച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്നുള്ളൊരു ഫാക്റ്റ് ഞാൻ എന്നെ പറഞ്ഞ് ശീലിപ്പിച്ചു. കാരണം സക്സസ്ഫുൾ ആകുമ്പോഴും ഒരു സിനിമ സക്സസ്ഫുൾ ആകുമ്പം പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഫേസ്ബുക്കിൽ. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു സിനിമയുടെ വിജയം വരുമ്പോൾ എൻ്റെ ഒരു പ്രേക്ഷകൻ പോലും അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച് നമുക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പ്രേക്ഷകനും വാല്യുബിളാണ്. എൻ്റെ പ്രൊഡ്യൂസർക്ക് ആ ഒരു പ്രേക്ഷകൻ വാല്യുബിളാണ്. നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ചാനലിലോ പ്രൊമോട്ട് ചെയ്യുമ്പം ആ പ്രൊമോഷൻ കണ്ടുകൊണ്ട് ആ സിനിമ കാണാൻ ഒരാൾ വന്നാലും ഞങ്ങൾക്ക് ഗുണമാണ്. നമ്മൾ എൻ്റെ ചാനൽ അല്ലെങ്കിൽ മീഡിയ പ്രൊമോഷൻസിലൊന്നും എനിക്കൊരു മോശം പ്രൊജക്റ്റ് ഭാഗമായി പോയി എന്ന് തോന്നിയിട്ട് അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നെന്നല്ലാതെ ഞാനത് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. നമ്മളുടെ ഒരു ആസ്വാദന നിലവാരത്തിനെ ആ സിനിമ അല്ലെങ്കിൽ അതിൽ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. മാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ മിണ്ടാതെ ഇരുന്നിട്ടുള്ളൂ. അപ്പം ഈ ലിമിറ്റുകൾ സീനിയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ എന്നെ ശീലിപ്പിച്ചത്.